എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിന് പറ്റിയ ഒരു കോക്കനട്ട് റൈസാണ് ഉണ്ടാക്കുന്നത്. ഇത് ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അധികം കുറച്ച് ക്വാണ്ടിറ്റി, ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല, കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. ഇതിന് നമുക്ക് അത്യാവശ്യം വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ബസ്മതി റൈസ് ഞാൻ ഒരു ഹാഫ് കപ്പ് എടുത്തിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി കോക്കനട്ട് റൈസാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ പറ്റിയ കോമ്പിനേഷൻ നോൺ വെജ് കഴിക്കുന്നവർക്ക് ബീഫോ ചിക്കനോ മട്ടണോ എന്ത് വേണമെങ്കിലും ഒരല്പം ഗ്രേവി ആയിട്ടുള്ള കറി കൂട്ടി കഴിക്കാം. വെജിറ്റേറിയൻസിന് പനീർ വെച്ചിട്ടുള്ള കറി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗോബി മഞ്ചൂരിയനോ ചില്ലി ഗോപിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും. മഷ്റൂം വെച്ചിട്ടുള്ള മഷ്റൂം മസാല വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കോക്കനട്ട് റൈസ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഫ്രൈഡ് റൈസും വെജിറ്റബിൾ റൈസ് ഫ്രൈഡ് റൈസും ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനലിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, നമുക്ക് എടുത്താൽ മതി. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മുടെ വീഡിയോയിലേക്ക് പോയി നോക്കാം. വരും. ഇവിടെ ഒരു 1/2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് ഇനിയും നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അല്പം വെള്ളം ഒഴിച്ചാൽ മതി, കാരണം ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി മാത്രം. ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. തേങ്ങ ചിരകിയത് ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് മിക്സഡ് ചെറിയ ജാറിൽ കുറച്ച് ചെറു ചൂടുവെള്ളവും കൂടെ ചേർത്ത് അരച്ച് അതിൽ നിന്നുള്ള പാല് പിഴിഞ്ഞെടുക്കണം. കണ്ടില്ലേ, ഇവിടെ പാല് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 1.25 കപ്പ് പാലുണ്ട്. ഒരു 5ഓ 6ഓ ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ആദ്യം ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇത് കട്ടയായിട്ടുള്ള നെയ്യാണ്, അത് ഉരുകി വരണം. കണ്ടില്ലേ, ഇപ്പോൾ ഉരുകി വന്നിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് കാഷ്യൂ നട്ട് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കുറച്ച് റേസിൻസും കൂടി ഇട്ട് കൊടുക്കാം. ഉണ്ട്, ഇപ്പോൾ ഏതാണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ റേസിൻസും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് അതൊരു ചൂടാകുമ്പോൾ ഒന്നൊരു ബോൾസിൻ്റെ പോലെ വരും, ഒന്ന് വീർത്ത് വരും. അപ്പോൾ ഇത് ഒന്ന് ഈ നെയ്യിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബേ ലീഫും പിന്നെ പെരിഞ്ജീരകം, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, തക്കോലം ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ, കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് അതൊന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉള്ളി, ചെറിയ ഉള്ളിയാണ് ഞാൻ എടുക്കുന്നത്, സവാള എടുക്കുന്നില്ല. ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അതിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരുന്ന റൈസ് ഇട്ട് കൊടുക്കണം. അതിൽ വെള്ളമൊന്നുമില്ല, അതൊക്കെ വെള്ളമൊക്കെ വലിച്ചെടുത്ത് നല്ലതുപോലെ ഒന്ന് സോക്കായി കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ഈ സമയത്ത് ആഡ് ചെയ്യാം. ഞാൻ പക്ഷേ ഈ സമയത്തൊന്നും നെയ്യൊന്നും, എനിക്ക് ഒരുപാട് നെയ്യ് ആയിട്ടുള്ളത് ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള അത്രയും ഞാൻ ആഡ് ചെയ്യാറില്ല ഒരു റൈസ് ഉണ്ടാക്കുമ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നല്ലതുപോലെ സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഒരു 3/4 കപ്പ് തൊട്ട് 1.25 കപ്പ് വരെയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ 1 കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഞാൻ കുറച്ചും കൂടെ ചേർക്കും, ഒരു 1/4 കപ്പോളം വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1.25 കപ്പോളമൊക്കെ വരും. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം.
ഒരു 2 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ തേങ്ങാപ്പാൽ കിടന്നാണ് ഈ അരി വെന്ത് വരേണ്ടത്. കണ്ടോ, ഇപ്പോൾ നല്ലതുപോലെ കുറച്ച്, അതായത് ഫുള്ളായിട്ട് വെന്തിട്ടില്ല, തേങ്ങാപ്പാൽ മുഴുവൻ വലിച്ചെടുത്തിട്ടുമില്ല, പക്ഷേ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടി ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തു. ഇപ്പം നമ്മൾ ഉപ്പൊന്നും ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി അല്പം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. ഇപ്പോഴും ഫുള്ളായിട്ടങ്ങ് വറ്റി ഇതായിട്ടില്ല, അപ്പോൾ കുറച്ച് സമയം കൂടി വേണ്ടി വരും, ഒരു മിനിറ്റ് കൂടി വേണ്ടി വരും. റൈസ് ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്, പാകത്തിന് വേവൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ കുറച്ച് സമയം കൂടി ഒന്ന് വെക്കണം, ഒന്ന് അടച്ചു വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി തുറന്ന് ഇനി അല്പം നെയ്യും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച്, ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനിയും ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത്, ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, നമ്മൾ തേങ്ങാപ്പാലിൽ തന്നെയാണ് വേവിച്ചത്, എങ്കിലും കുറച്ച് തേങ്ങ ഞാൻ ചിരകിയത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ റേസിൻസും കാഷ്യൂനട്ടും റോസ്റ്റ് ചെയ്തത് ഇട്ട് കൊടുത്തു. ലാസ്റ്റ് കുറച്ച് മല്ലിയില, അത് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല, അതിട്ട് കൊടുക്കാം. ഞാൻ അത്രയും കൂടി ഇട്ടു. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചു. നമ്മുടെ കോക്കനട്ട് മിൽക്ക് റൈസ് ഇവിടെ റെഡിയാണ്. ഇനിയും അതൊന്ന് അടച്ചു വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഒന്നും കൂടി ഇളക്കിയാൽ മതി. കണ്ടില്ലേ, ഇപ്പം ഇളക്കി സെർവ് ചെയ്യാൻ പാകത്തിനാക്കിയിട്ടുണ്ട്. ഇത് റൈസ് നോക്കിക്കോ, ഒന്നൊന്നുമ്പോൾ തൊടാതെയാണ് ഇരിക്കുന്നത്. കണ്ടോ, നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുമുണ്ട്. നല്ല ടേസ്റ്റാണ്. അതായത് തേങ്ങാപ്പാലിൽ വേവിക്കുമ്പോൾ അതിൻ്റേതായൊരു ടേസ്റ്റുണ്ട്. ഇനി ഇതിപ്പോൾ തേങ്ങാപ്പാലിലല്ല, ചിലർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊക്കെ ആയിരിക്കും വേവിക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ആകാം. പക്ഷേ ഇത് കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫുള്ളും തേങ്ങാപ്പാലിൽ തന്നെ വേവിച്ചത്. വീഡിയോ കണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ഇട്ടേക്കൂ. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും കാണാം നല്ലൊരു വിഭവമായിട്ട്. താങ്ക് യു, ബൈ.